ആദരണീയനായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരോടൊപ്പം അശ്വമേധത്തിൻ്റെ ആദ്യ 10 ചോദ്യങ്ങളുടെ സെഗ്മെൻറ്റിലേക്ക് യാഗം. അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല, ഇന്ത്യൻ അല്ല, ഏഷ്യൻ അല്ല. ഇന്ത്യൻ അല്ലെങ്കിലും നമ്മുടെ നാട്ടിലാണ് അവർ പ്രവർത്തിച്ചത്. അല്ല, അത് പറയണ്ട. താങ്ക് യു. അങ്ങനെ പറയരുത് സാർ, അപ്പോൾ എനിക്കതൊരു സഹായകരമായ സൂചനയാവും. ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു, ദാറ്റ് മീൻസ് അത് ബ്രിട്ടീഷ് ആയിരുന്നു. യെസ്. 1950 ശേഷം മരണം സർ? അതെ, ആണ്. മരണവർഷം ചോദിച്ചത് ഏതായിരുന്നു? 1980. 80 മുമ്പാണെന്ന് പറഞ്ഞു. ക്ഷമിക്കണം, 80 ശേഷമാണ്, 90 മുമ്പാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡെത്താണ്. സൗത്ത് ഇന്ത്യയിലാണോ പ്രവർത്തിച്ചത്? അതെ. കേരളത്തിൽ? അതെ. അവരുടെ പ്രധാനപ്പെട്ട സംഭാവന സ്വാതന്ത്ര്യ സമരത്തിലുള്ള സജീവ പ്രവർത്തനമായിരുന്നോ? എന്ന് പറയാം. ആണ്. മലബാറാണോ സർ അവരുടെ കേരളത്തിൽ പ്രധാനമേ? അല്ല. അല്ല. കൃഷിയോ വ്യവസായമോ ആയിരുന്നോ? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. സദേൺ കേരള? അതെ. സദേൺ കേരള എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ ഭാഗമാണ്. ആണ്. ആണ്. മരിച്ചത് കേരളത്തിൽ വെച്ചല്ലേ? അല്ല, ഇംഗ്ലണ്ടിൽ വെച്ച്. തിരിച്ചു പോയാണ് മരിച്ചത്. ഓ, അപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു, അപ്പോൾ ദാറ്റ് മീൻസ് ജനനവും മരണവും ഇംഗ്ലണ്ടിൽ തന്നെ. ഇന്ത്യയിൽ വന്നിരുന്നു, കേരളത്തിൽ തിരുവിതാംകൂറിലായിരുന്നു, സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. പക്ഷേ അതിലത്ര അത് ക്ലാരിറ്റി ഉണ്ട്. ഉണ്ട്. അല്ല, ഔപചാരികമല്ല, ഔപചാരികമല്ല, മറ്റ് സംഭാവനകളും ഉണ്ട് അവർക്ക്. ഉണ്ട്. ഔദ്യോഗിക വൃത്തി, പ്രൊഫഷൻ? ടീച്ചിങ്. താങ്ക് യു. അങ്ങനെ പറയരുത് സർ. ഔദ്യോഗിക വൃത്തിയോ പ്രൊഫഷനോ ആയിരുന്നോ പ്രധാനമെന്നാണ് ഞാൻ ചോദിച്ചത്. അവരുടെ തൊഴിലാണോ പ്രധാനമെന്നാണ് ചോദിച്ചത്. ആണ്. തൊഴിലാണ് പ്രധാനം. അയ്യോ, അടുത്തത് എൻ്റെ യൂണിഫോമുള്ള തൊഴിലാണോ എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. സൈനിക സേവനവുമായി ബന്ധപ്പെട്ടാണോ ചോദിക്കാൻ വന്നതാണ്. പക്ഷേ ചോദിക്കേണ്ട, ടീച്ചിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രിട്ടീഷ് ടീച്ചർ ഇൻ കേരള. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ഐഡൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ പ്രശസ്തിക്ക് കോഗ്നിറ്റോപ്പിയ എന്ന റീസെൻ്റായ ഒരു സംഭവം ഉണ്ടായിരുന്നു, കോഗ്നിറ്റോപ്പിയ. ആ കോഗ്നിറ്റോപ്പിയയിൽ ഈ വ്യക്തിയെക്കുറിച്ച് സംസാരവും ചർച്ചയൊക്കെ ഉണ്ടായോ? ആ പ്രോഗ്രാം എനിക്കറിയില്ല. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ വഴുതയ്ക്കാട് തിരുവനന്തപുരം വിമൻസ് കോളേജിൻ്റെ 125ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ പരിപാടി 3 ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ. ഓ, ശരി. അപ്പോൾ അന്ന് അതിൻ്റെ ചരിത്രത്തിൻ്റെ വിളംബരം ഉണ്ടായിരുന്നു. കോഗ്നിറ്റോപ്പിയ എനിക്കറിയാം. അതാണ് ഞാൻ ചോദിച്ചത്. സാറ് പങ്കെടുത്തില്ല. അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടോ താങ്കൾ വിചാരിച്ച വ്യക്തി? സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലോട്ട് വരണ്ട. 15ാമത്തെ ചോദ്യം. സാർ, അങ്ങ് വിചാരിച്ച വ്യക്തിക്ക്, സാറിപ്പോൾ യേശുദാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രണയഗാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതം, സച്ചിവോത്തമൻ എന്ന വിളിപ്പേരുള്ള ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗൂഢമായ പ്രണയാനന്ദങ്ങളാൽ എഴുതപ്പെട്ടു എന്ന കഥകളുണ്ടോ? ഉണ്ട്. അത് കലക്കി സാർ. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ അതല്ല. 16ാമത്തെ ചോദ്യം. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മനു എസ് പിള്ള അദ്ദേഹത്തിൻ്റെ സർഗാത്മക സൃഷ്ടിയിലൂടെ ഈ വ്യക്തിയെ വരച്ച് കാട്ടുന്നുണ്ടോ? അത് ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹം എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞത്. ഐവറി ത്രോണിൻ്റെ പരാമർശം വന്നതാണ്. 16 ചോദ്യങ്ങൾ രാജസൂയം. എൻ്റെ ചോദ്യം കുറച്ചുകൂടി ക്ലിയറായി ചോദിക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തിയും സാക്ഷാൽ ഇപ്പറഞ്ഞ സർ CP രാമസ്വാമി അയ്യരും തമ്മിലുള്ള നിഴലുകളുള്ള ഒരു ബന്ധം തിരുവിതാംകൂർ രാജചരിത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങ് മനസ്സിൽ ഒരാളിനെ വിചാരിച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഇത്ര കണ്ടെന്നും ബുദ്ധിമുട്ടാതെ നേരെ ട്രാവൻകൂറിലേക്ക്, തിരുവിതാംകൂർ രാജചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഈ ഇര കീഴടങ്ങി കഴിഞ്ഞു എന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ആക്രമിക്കാൻ പോകുന്നതിൻ്റെ ഒരു വേഗം കുറച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ അങ്ങേറ്റ് കാണുന്നത്. അങ്ങ് വളരെ കൃത്യമായി ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ കരുതിയ ആളാണോ അങ്ങ് വിചാരിച്ചത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി നടത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു
അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയ ഇൻഫറൻസിൽ നിന്ന് ഞാൻ ഏറെക്കുറെ ഉറപ്പിക്കുന്നത് അങ്ങ് മനസ്സിൽ വിചാരിച്ചത് നമ്മുടെ വനിതാ കോളേജിൻ്റെ പ്രഥമ അധ്യാപികയായി കൂടി ജോലി ചെയ്ത, അതിനേക്കാളുപരി തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ചരിത്രത്തിൽ രാജാവിനോളം പോന്ന രാജശക്തി കൈയടക്കി വച്ചിരുന്ന ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുമായുള്ള ഒരു അത്ര കണ്ട് കൃത്യമായ ഡിഫിനിഷൻസ് കൊടുക്കാൻ കഴിയാത്ത ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന ആ വ്യക്തിയുടെ പേരാണ്. ഈ ഓർമ്മ പിശകുകളുള്ളതുകൊണ്ട് അവരുടെ പേര് മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിൽ എവിടെയോ അത് അവരുടെ പേര് ലൂയിസ് ഓവർക്വിർക്ക് അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് കിടക്കുന്നത്. ഈസ് ഇറ്റ് ലൂയി ഓവർക്വിർക്ക് സർ? ആണോ? ലൂയിസ് ഓവർക്വിർക്ക്. മിസ് ലൂയിസ് ഓവർകർക്ക് ബ്രിട്ടീഷ് ഡച്ച് അധ്യാപിക, എഴുത്തുകാരി. 1929 മുതൽ 1939 വരെ തിരുവിതാംകൂർ വനിതാ കോളേജ്, തിരുവിതാംകൂർ സർവകലാശാല എന്നിവിടങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം എന്നീ വിഷയങ്ങളിൽ അധ്യാപികയായി സേവനം ചെയ്തു. ഇംഗ്ലണ്ടിൽ ഡച്ച് വംശജരായ മാതാപിതാക്കളുടെ മകളായി ജനിച്ച അവർ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിരുന്നു. തിരുവിതാംകൂറിൽ ജനങ്ങൾക്ക് ഉത്തരവാദിത്വ ഭരണം ലഭിക്കണമെന്ന ആവശ്യത്തോട് ചേർന്ന് പ്രവർത്തിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ സജീവമായി ഇടപെട്ടിരുന്നതിനാൽ ദിവാനുമായുള്ള ആത്മസംഘർഷത്തിന് ഇടവരുകയും 1939 അവർക്ക് ജോലിയിൽ നിന്ന് പിന്മാറി സ്വന്തം ദേശത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. 1940 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ലൂയിസ് ബോംബെ, കൽക്കട്ട, വാർധ എന്നിവിടങ്ങളിൽ പ്രഭാഷണ പര്യടനം നടത്തി ഗാന്ധിജി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരെ കണ്ടു. 1970കളിൽ 1921, 1947 കാലഘട്ടങ്ങളിലെ തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ വിവരിക്കുന്ന നോ എലിഫന്റ്സ് ഫോർ ദി മഹാരാജ എന്ന പുസ്തകം എഴുതി. ആ പുസ്തകം 1994 ഡോക്ടർ ഡി കുയിൽമാൻ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ആദ്യകാല അധ്യാപിക കൂടിയായിരുന്നു മിസ് ലൂയിസ് ഓവർകർക്ക്.